അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, രാഹുലിനെ പറ്റി എത്രയോ അവസരങ്ങൾ ചർച്ച ചെയ്താണ്. ഏറ്റവും അവസാനമാണ് ഇപ്പോൾ അമേരിക്കയിലെ സർവകലാശാലയിൽ പോയി ഇത്തരത്തിൽ ഭാരത വിരുദ്ധ പ്രസ്താവനകൾ അദ്ദേഹം നടത്തുന്നത്. നമുക്കറിയാം, ആഗോള ബിസിനസ് ഭീമനായിട്ടുള്ള ജോർജ് സോറോസ് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഈ രാഹുൽ നടത്തിയ ജോഡോ യാത്രയിൽ പങ്കാളിയായിരുന്നു എന്നുള്ള കാര്യം ഏവർക്കും അറിവുള്ളതാണ്. നമുക്കറിയാം ജോർജ് സോറോസിൻ്റെ ലക്ഷ്യം എന്താണ്. അദ്ദേഹത്തിന് അമിതമായി പണമുണ്ട്. അങ്ങനെ പണം ലഭിക്കുന്ന അവസരത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ജനാധിപത്യ സംവിധാനത്തെ പോലും തകിടം മറിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിരിക്കാം. അതിനുവേണ്ടി രാഹുലിനെ ഉപയോഗിക്കുന്നു എന്നുള്ള വലിയ ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോഴാണ് രാഹുൽ ഇത്തരത്തിൽ വിദേശത്തെ ടെക്സസ് സർവകലാശാലയിൽ പോയി ഭാരത വിരുദ്ധ പരാമർശം നടത്തുന്നു. അത് മാത്രമല്ല, നമ്മളെ എന്നും ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്ന ചൈനയെ വാനോളം ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പുകഴ്ത്തുന്നതും. എങ്ങനെ കാണുന്നു അദ്ദേഹത്തിന്റെ ഈ നിലപാടിനെ അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്? നോക്കൂ, അതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. രാഹുൽ ഗാന്ധി കുറെ കാലമായി തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ദേശവിരുദ്ധമായിട്ടുള്ള നിലപാടിന്റെ തുടർച്ച തന്നെയാണ് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ ടെക്സാസിലുള്ള പ്രസംഗത്തിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ രാഹുൽ ഗാന്ധിയെ വളരെ വില കുറച്ച് കാണുന്ന അദ്ദേഹം ഒരു അത്രയും വലിയ ജ്ഞാനമുള്ള ഒരാളല്ല, അദ്ദേഹം അബദ്ധങ്ങൾ പറയുന്ന ഒരാളാണെന്നുള്ള രീതിയിൽ അങ്ങനെ വില കുറച്ച് കണ്ടിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല, വളരെ ഗൗരവത്തിൽ തന്നെ എടുക്കേണ്ട രീതിയിലുള്ള വളരെ അപകടകരമായിട്ടുള്ള വളരെ ദേശവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകളാണ് തുടർച്ചയായിട്ട് രാഹുൽ ഗാന്ധിയിൽ നിന്ന് വരുന്നത്. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ തന്നെ ജാതിയുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കാൻ വേണ്ടി കാസ്റ്റ് സെൻസസ് എന്നൊരു വാദം ഉയർത്തിക്കൊണ്ട് ഓരോ മേഖലയിലുമുള്ള SC/ST പ്രാതിനിധ്യം എത്രയാണ്, OBC പ്രാതിനിധ്യം എത്രയാണ്, നമ്മുടെ ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ള സംഘത്തിൽ പോലുമുള്ള OBC പ്രാതിനിധ്യം എത്രയാണ്, അല്ലെങ്കിൽ മിസ് ഇന്ത്യ മത്സരത്തിൽ പങ്കെടുക്കുന്ന സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കുന്ന സ്ത്രീകൾക്കിടയിലെ OBC ദളിത് പ്രാതിനിധ്യം എത്രയാണ്. ഈ രീതിയിൽ വളരെ കൃത്യമായിട്ടുള്ള ജാതി കാർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങളെല്ലാം രാജ്യത്തെ വിഭജിക്കണമെന്നുള്ള താല്പര്യത്തോട് കൂടിയിട്ടുള്ളതാണ്. തുടർച്ചയായിട്ട് അദ്ദേഹം പറയുന്ന ഇന്ത്യ എന്ന് പറയുന്നത് ഒരു യൂണിയൻ അല്ല, അതൊരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് മാത്രമാണ്, അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടായ്മ മാത്രമാണ്, അതല്ലാതെ ഒരു നേഷൻ അല്ല, ഒരു രാഷ്ട്രമല്ല എന്നുള്ള അദ്ദേഹത്തിന്റെ വാദം തന്നെ എത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വാദമാണെന്ന് നോക്കൂ. ഇന്നിപ്പോ അദ്ദേഹം ഈ ടെക്സാസിൽ നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ പോലും അദ്ദേഹം ചൈനയെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞതിനേക്കാൾ അപകടകരമായിട്ടുള്ള കാര്യം അദ്ദേഹം ഇന്ത്യയെ അമേരിക്കയോട് താരതമ്യം ചെയ്തുകൊണ്ട് പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം പറയുന്നത് വെസ്റ്റ് ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും പ്രൊഡക്ഷനിൽ ലേബറിന്റെ കാര്യത്തിൽ വളരെ പുറകോട്ട് പോയിരിക്കുന്ന സമയത്ത് ചൈന ഡസൻ സീം ടു ഹാവ് എ ലേബർ പ്രോബ്ലം, ചൈനയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എന്നുള്ളതാണ്. അൺഎംപ്ലോയ്മെന്റിന്റെ പ്രശ്നം ചൈനയിലില്ല, ബാക്കി എല്ലായിടത്തും ഉണ്ട് എന്നാണ്. പക്ഷെ വസ്തുതകൾ കൊണ്ട് പരിശോധിച്ചാൽ മനസ്സിലാവും, ലോകത്തെ ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സ്ഥലമാണ് ചൈന. അപ്പൊ ചൈനയ്ക്ക് അനുകൂലമായിട്ടൊരു PR ചെയ്യുന്നു, ഇന്ത്യക്ക് എതിരായിട്ടുള്ളൊരു PR ചെയ്യുന്നു. അത് വളരെ അപകടകരമാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വെച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ചും. പക്ഷേ അതിനേക്കാൾ അപകടകരമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എനിക്ക് തോന്നിയത്, അദ്ദേഹം ആ വേദിയിൽ വെച്ചിട്ട് ഇന്ത്യയിൽ തന്നെയുള്ള ഒരു ലിംഗ്വിസ്റ്റിക് വാർ ഉണ്ട്, ഇന്ത്യയിൽ ഭാഷകൾ തമ്മിലൊരു യുദ്ധം നടക്കുന്നുണ്ട്, ഒരു സംഘർഷം നടക്കുന്നുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. അനാവശ്യമായിട്ട് ഹിന്ദി ഭാഷ മാത്രം ശ്രേഷ്ഠവും ബാക്കി എല്ലാ ഭാഷകളും മോശവുമാണെന്നുള്ളൊരു മനോഭാവം നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ നേതൃത്വം വെച്ച് പുലർത്തുന്നുണ്ട്. അങ്ങനെയല്ല, കന്നഡയും വളരെ ശ്രേഷ്ഠമായ ഭാഷയാണ്, തെലുങ്കും ശ്രേഷ്ഠമായ ഭാഷയാണ്, തമിഴും ശ്രേഷ്ഠമായ ഭാഷയാണ്. അങ്ങനെ ഒരു വാദം തന്നെ ഇവിടെ നിലനിൽക്കുന്നില്ലാത്ത പശ്ചാത്തലത്തിൽ വളരെ കൃത്യമായി അവിടെ പോയിട്ട് ഇന്ത്യയിൽ ഒരു ആഭ്യന്തര പ്രശ്നത്തെ നമുക്കിനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് ഇന്ത്യൻ മണ്ണിലാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. വിദേശ രാജ്യത്ത് പോകുന്ന നയതന്ത്ര പ്രതിനിധികളാവട്ടെ രാഷ്ട്രീയ നേതാക്കന്മാരാവട്ടെ പരമ്പരാഗതമായിട്ട് പിന്തുടർന്ന് വന്നിരുന്ന ഒരു രീതി എന്ന് പറയുന്നത് ആഭ്യന്തര പ്രശ്നങ്ങളെ സംബന്ധിച്ച് വിദേശ രാജ്യങ്ങളിൽ പോയി പറയില്ല. വിദേശ രാജ്യത്തെ മണ്ണിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ നാടിനെ പറ്റിയിട്ട് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തെ പറ്റിയും നല്ലത് മാത്രമേ പറയുള്ളൂ എന്നുള്ളതാണ്. ഈ കൺവെൻഷൻസ് എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ത്യയിൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ അപഹാസ്യരായിട്ട് അവതരിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. ഇന്ത്യ വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്നില്ല, ബഹുസ്വരതകളെ അംഗീകരിക്കുന്നില്ല, RSSന്റെ നേതൃത്വത്തിൽ ഒരു ഏക ശിലാരൂപിയായിട്ടുള്ള രാഷ്ട്രഘടനയെ നിർമ്മിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നു. അതോടൊപ്പം ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം അദ്ദേഹം പറയുന്നത് അമേരിക്ക പോലെ ഒരു ഫെഡറേഷനാണ് ഇന്ത്യ എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നു നമ്മളും അമേരിക്കയും തമ്മിൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങൾ എന്നുള്ള രീതിയിലുള്ള ഒരു തുലനം മാത്രമല്ല ഉള്ളത്, രണ്ടും യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്, സംസ്ഥാനങ്ങളുടെ കൂട്ടായ്മയാണ്, നമ്മുടെ ഭരണഘടനകൾ അങ്ങനെയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. ഏറ്റവും അപകടകരമായിട്ടുള്ള പ്രസ്താവനയാണത്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സ്റ്റേറ്റിന്റെ ഘടനയുമായി ബന്ധപ്പെട്ട് യാതൊരു താരതമ്യത്തിനും സാധ്യതയില്ല. കാരണം ഇന്ത്യ ഒരു യൂണിയനാണ്, USA എന്ന് പറയുന്നത് ഒരു ഫെഡറേഷനാണ്.
യൂണിയൻ നമ്മുടെ ഭരണഘടനയുടെ ഒന്നാമത്തെ അനുച്ഛേദം ആർട്ടിക്കിൾ 1 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. യൂണിയൻ എന്ന് പറഞ്ഞാൽ തന്നെ അത് എന്താണ്, ഫെഡറേഷൻ അല്ല എന്നുള്ളത് വ്യക്തമാണ്. യൂണിയനും ഫെഡറേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ സ്റ്റേറ്റുകൾ ഓരോന്നും യൂണിയനുമായിട്ട് ലയിച്ചിട്ടാണ് യൂണിയൻ ഉണ്ടാവുന്നത്. അങ്ങനെ ഒരിക്കൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നീട് സ്റ്റേറ്റുകൾക്ക് ആ യൂണിയനിൽ നിന്ന് വിട്ടുപോരാൻ സാധിക്കില്ല. അവിടെ റൈറ്റ് ടു സെസീഡ് എന്ന് പറയുന്ന റൈറ്റ് ഉണ്ടാവില്ല. നേരെ തിരിച്ച് ഫെഡറേഷന്റെ കാര്യത്തിലാണെങ്കിൽ സംസ്ഥാനങ്ങളെല്ലാവരും പരസ്പരം ഒരു കരാറിലൂടെ ഒരു ഫെഡറേഷനായിട്ട് ഒന്നിച്ച് നിൽക്കാൻ തീരുമാനിക്കുകയാണ്. അതിൽ ഏത് സ്റ്റേറ്റിനും എപ്പോൾ വേണമെങ്കിലും അതിൽ നിന്ന് പിരിഞ്ഞു പോകാൻ സാധിക്കും. അവിടെ സ്റ്റേറ്റിന്റെ തനതായിട്ടുള്ള വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ആ പറയുന്ന ഫെഡറേഷന്റെ ഭാഗമാവുന്നത്. അതുകൊണ്ടാണ് USA പോലെയുള്ള രാജ്യങ്ങളിൽ ഇരട്ട പൗരത്വം ഉള്ളത്, ഡുവൽ സിറ്റിസൺഷിപ്പ് ഉള്ളത്. ഒരാളൊരു സ്റ്റേറ്റിന്റെയും പൗരനാണ്, അതേസമയം അമേരിക്കയുടെയും പൗരനാണ്. ഈ സ്റ്റേറ്റുകൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒന്നിച്ച് നിൽക്കാൻ തീരുമാനിച്ചാണ് എപ്പോൾ വേണമെങ്കിലും അവിടെ നിന്ന് പിരിഞ്ഞു പോരാം. എന്നാൽ യൂണിയൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല. യൂണിയൻ എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് ലോട്ടാണ്. അതിലേക്ക് ഒരിക്കൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് പിരിഞ്ഞു പോരാൻ സാധിക്കില്ല. അപ്പൊ യഥാർത്ഥത്തിൽ തന്റെ വിഭജന അജണ്ടയെ കൂടുതൽ ശക്തമായി മുന്നോട്ട് വെക്കാൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യത്തെ അനുച്ഛേദത്തെ പോലും വളച്ചൊടിച്ചുകൊണ്ട് ഒരു യൂണിയനാണ് ഇന്ത്യ എന്ന് നമ്മുടെ ഭരണഘടന തന്നെ പറയുമ്പോൾ അത് യൂണിയൻ അല്ല, അതൊരു രാഷ്ട്രമല്ല, അത് സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടായ്മ മാത്രമാണെന്ന് അദ്ദേഹം അമേരിക്കയിൽ പോയി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ രാജ്യവിരുദ്ധ അജണ്ട കൂടുതൽ പുറത്തു വരികയാണെന്ന് വളരെ ഗൗരവമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. അത് മാത്രമല്ല, നേരത്തെ ഈ അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് പറഞ്ഞതുപോലെ തന്നെ ചൈന ഒരു ഘട്ടത്തിലും വളർച്ചയുടെ ഒരു പാതയിലല്ല. അതിൻ്റെ രണ്ടാം പാദത്തിലെ വളർച്ചാ നിരക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും. അവർക്ക് 4.7 മാത്രമാണ് വളർച്ചാ നിരക്ക്. അവർക്ക് വളർച്ച അവർ പ്രതീക്ഷിച്ചത്, അവർ പ്രവചിച്ചത് 5.1 അവരുടെ വളർച്ച. പക്ഷെ 4.7 എത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. അത് മാത്രമല്ല, 2340 കോടി ഡോളറാണ് വിദേശ നിക്ഷേപകർ അവിടുന്ന് പിൻവലിച്ചു കൊണ്ടുപോയത്. അവിടെ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നു. ഫാക്ടറികൾ, നിലവിലുള്ള ഫാക്ടറികൾ അവിടെ അടഞ്ഞു പോകുന്ന സാഹചര്യം. പക്ഷേ ഇതേ നിലയിൽ ഭാരതത്തിൻ്റെ വളർച്ചാ നിരക്കും ചൈനയുടെ വളർച്ചാ നിരക്കും തമ്മിൽ നോക്കിയാൽ തന്നെ അറിയാം ആരാണ് വളർച്ചയുടെ പാതയിൽ, ആരാണ് തകർച്ചയുടെ പാതയിൽ. അറിയാതെ പോകുന്ന ഒരാളല്ല രാഹുൽ. കൃത്യമായി പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ, ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയിൽ കൃത്യമായി അത് മനസ്സിലാക്കാൻ പറ്റുന്ന സാഹചര്യമുള്ള ആളാണ് രാഹുൽ. ഇതെല്ലാം മനസ്സിലാക്കി വെച്ചിട്ടാണ് ചൈന കുതിപ്പിൻ്റെ പാതയിലാണ് എന്ന് പറയുന്നത്. അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം തുടർച്ചയായി വെച്ച് പുലർത്തുന്ന ഭാരത വിരുദ്ധ നിലപാടിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം എന്നുള്ള നിലയിലാണോ ഇതിനെ വിലയിരുത്തേണ്ടത് അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അതിനെ കാണേണ്ടത്. ഞാൻ പറഞ്ഞില്ല, അത് വസ്തുതകളെ പോലും വിസ്മരിച്ചുകൊണ്ട് ചൈന പോലും അവകാശപ്പെടാത്ത മേന്മ ചൈനയ്ക്കുണ്ടെന്ന് അദ്ദേഹം വിദേശ മണ്ണിൽ പോയി പ്രസംഗിക്കുകയാണ്. അദ്ദേഹം ചൈനയുടെ ഒരു PR ഏജന്റ് ആയിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം ചൈനയ്ക്ക് അനുകൂലമായി സംസാരിക്കുന്നത് മാത്രമല്ല, അതേ വേദിയിൽ തന്നെ ഇന്ത്യ ഇകഴ്ത്തിക്കൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നു. അദ്ദേഹം പറയുന്നത് വെസ്റ്റിന് മുഴുവൻ അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലം ആണ്. അതേപോലെ തന്നെ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലം ഉണ്ട്. അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലം ഇല്ലാത്ത ഒരേ ഒരു സ്ഥലം ചൈനയാണ്. ചൈനയിൽ മാനുഫാക്ചറിംഗിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇത് യഥാർത്ഥത്തിൽ ലോകത്തുള്ള വലിയ കമ്പനികളോടും വലിയ മാനുഫാക്ചറേഴ്സിനോടും ഒക്കെ നിങ്ങൾ ചൈനയിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അവിടെയാണ് ബുദ്ധിമുട്ടില്ലാത്ത, അവിടെയാണ് തൊഴിലാളികളെ കിട്ടാൻ യാതൊരു പ്രയാസവും ഇല്ലാത്ത, അവിടെ വളരെ സമൃദ്ധമായിട്ടുള്ള, വളരെ സമ്പന്നമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് ചൈനയിലേക്ക് കൂടുതൽ വ്യവസായങ്ങളെയും നിക്ഷേപങ്ങളെയും ക്ഷണിക്കുന്ന പണിയാണ് അദ്ദേഹം അമേരിക്കയിൽ പോയി ചെയ്യുന്നത്. അദ്ദേഹം ഇന്ത്യ വിരുദ്ധതയുടെ അടുത്ത പടവിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയമായിട്ട് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക മാത്രമല്ല, സാമ്പത്തികമായിട്ടും ധനപരമായിട്ടും എല്ലാം ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുന്ന രീതിയിലുള്ള വളരെ അപകടകരമായിട്ടുള്ള നിലയിലേക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനം മാറി എന്നുള്ളതാണ്. അതേസമയം ഇന്ത്യക്കുള്ള ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ അദ്ദേഹം ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അവിടെ മനഃപൂർവ്വം ഒരു ലിംഗ്വിസ്റ്റിക് ഡിവൈഡ് ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ ആ പ്രസംഗം കണ്ടിരുന്നെങ്കിൽ അദ്ദേഹം പറയുന്നു, നിങ്ങളൊരു തമിഴനാണ് എന്നതുകൊണ്ട് നിങ്ങളെ ആരും വില കുറച്ച് കാണാൻ പാടില്ല. അപ്പോൾ ഒരാൾ അവിടുന്ന് പറയുന്നു മലയാളം എന്ന് വിളിച്ചു പറയുന്നു. അപ്പോൾ അവിടുന്ന് പറയുന്നു, നിങ്ങളൊരു മലയാളിയാണെങ്കിൽ നിങ്ങളെ വില കുറച്ച് കാണാൻ പാടില്ല. അവിടെ സൂചിപ്പിക്കുന്നത് എന്താണ്? നിങ്ങൾ ഇന്ത്യക്കാരനാണെങ്കിൽ, നിങ്ങൾ തമിഴനാണെങ്കിലോ നിങ്ങൾ മലയാളിയാണെങ്കിലോ നിങ്ങളെ വില കുറച്ച് കാണുന്ന ഒരു സമീപനം ഇപ്പം ഈ രാജ്യത്ത് ഉണ്ടെന്ന് അദ്ദേഹം വളരെ കൃത്രിമമായിട്ട് അങ്ങനെ സൃഷ്ടിച്ചെടുക്കുകയാണ് ഒരു നരേറ്റീവ്. എന്നാൽ യഥാർത്ഥത്തിൽ അദ്ദേഹം സിഖുകാരുടെ കാര്യം പറയുന്നു. സിഖുകാരനാണെന്നതിന്റെ പേരിൽ ഒരാളെ വില കുറച്ച് കാണാൻ പാടില്ലെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ സിഖുകാർക്കെതിരെ വലിയ കൂട്ടക്കൊല നടത്തിയിട്ടുള്ള പാരമ്പര്യം ആർക്കാണുള്ളത്? അത് ഇന്ന് രാജ്യം ഭരിക്കുന്ന സർക്കാരിനല്ല, കോൺഗ്രസിന്റെ നേതൃത്വത്തിനാണ്. ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് സിഖ് വിരുദ്ധ കലാപം തന്നെ നടത്തിയിട്ട് ഡൽഹിയിൽ മാത്രം 3000-ലേറെ സിഖുകാരെ കൂട്ടക്കൊല ചെയ്തിട്ടുള്ളത്. രാജ്യത്തുടനീളം 7000 സിഖുകാരെ കൂട്ടക്കൊല ചെയ്തിട്ടുള്ളത് കോൺഗ്രസ് ആണ്. ഈ പറയുന്ന ഹിന്ദി ഇമ്പോസിഷൻ, ഈ തമിഴ്നാട്ടിൽ
നടന്നിട്ടുള്ള ഹിന്ദി ഇമ്പോസിഷനെതിരെ നടന്നിട്ടുള്ള ഏറ്റവും വലിയ സമരം തമിഴ് ഭാഷ സംരക്ഷിക്കാൻ വേണ്ടി നടന്നിട്ടുള്ള സമരം നരേന്ദ്രമോദിക്കെതിരെയല്ല, ജവഹർലാൽ നെഹ്റുവിനെതിരായിട്ടാണ് നടന്നത്. 1955 നടന്നത്. ആന്റി ഹിന്ദി ഇമ്പോസിഷൻ അജിറ്റേഷൻ ഓഫ് തമിഴ്നാട് നടക്കുന്ന അവിടെയാണ്. അപ്പൊ അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ആരാണ്? പോട്ടെ, ഇനി ഭാഷാപരമായിട്ട് ആരെങ്കിലും ഇകഴ്ത്താനോ താഴ്ത്താനോ പാടില്ലെന്ന് പറയുന്നു. ഇത് നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാണ്? കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാണ്. തമിഴ്നാട്ടിലെയും കർണാടകയിലെയും നേതാക്കന്മാരാണ് തങ്ങളുടെ ഭാഷ മാത്രം ശ്രേഷ്ഠവും ബാക്കിയെല്ലാ ഭാഷയും മോശമെന്ന് പറയുന്നത്. സിദ്ധരാമയ്യ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് കർണാടക ഭാഷ സംസാരിക്കുന്നവർക്ക് മാത്രമേ കന്നഡയിൽ ജോലി കൊടുക്കുള്ളൂ, വേറെയുള്ള സംസ്ഥാനത്തുള്ള ആളുകൾക്ക് 100% റിസർവേഷൻ ഫോർ കന്നഡിഗാസ് ഇൻ കർണാടക എന്ന് പറഞ്ഞത് ആരാണ്? ഇന്ത്യയിലെ ബാക്കി എല്ലാ പ്രദേശങ്ങളിലെ ജനങ്ങളെയും മാറ്റി നിർത്തുന്ന നയം സ്വീകരിച്ചത് ആരാണ്? തമിഴ്നാട്ടിലെ കോൺഗ്രസിന്റെ നേതൃത്വമാണ് ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാരെ പാൻപൂരിവാലകൾ എന്ന് ആക്ഷേപിച്ചത്. ഈ ഹിന്ദിക്കാർ ഇവിടെ വന്നിട്ട് കക്കൂസ് കഴിക്കുന്ന ജോലിയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞത് TN നെഹ്റു എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവാണ്. തമിഴ്നാട്ടിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാരാണ് നിരന്തരമായിട്ട് ഹിന്ദി ഭാഷ സംസാരിക്കുന്ന ആൾക്കാരെ ഇകഴ്ത്തിക്കൊണ്ടും അപമാനിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. ഇതെല്ലാം ഒരു വശത്ത് കോൺഗ്രസ് ചെയ്യുന്നു, എന്നിട്ട് ഇതെല്ലാം മറ്റാരോ ചെയ്യുന്നു. ഈ രാജ്യത്ത് വലിയൊരു വിവേചനം നിലനിൽക്കുന്നു എന്ന മട്ടിൽ ഒരു അന്യായമായി ഒരു അസത്യകരമായിട്ടുള്ള പ്രതീതി അദ്ദേഹം വിദേശത്ത് കൊണ്ട് ജനിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് വളരെ അപകടകരമായിട്ടുള്ള ഒരു വ്യവസ്ഥയാണ്. ഇത് വളരെ അപകടകരമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ്. ഇദ്ദേഹത്തിനെതിരെ യഥാർത്ഥത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ അത് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പരാമർശം തന്നെ നടത്തിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് ശങ്കു ടി ദാസ്, വിദേശ രാഷ്ട്രീയം അല്ലെങ്കിൽ വിദേശത്തെ നീക്കങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ തന്നെ ചോദിക്കട്ടെ, ഇതാരെങ്കിലും ഏതെങ്കിലും സാമ്പത്തിക ശക്തികൾ നമ്മുടെ ഭാരതത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തെ തകിടം മറിക്കാൻ, ജനാധിപത്യ വിരുദ്ധമായി തകിടം മറിക്കാൻ രാഹുലിനെ പോലെയുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ സംശയങ്ങൾ കാണാൻ കഴിയുന്നില്ലേ? ജോർജ് സോറോസിനെ പോലുള്ള ആളുകളുടെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ ഭരണ സംവിധാനങ്ങളെ അവിടുത്തെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇത്തരത്തിലുള്ള തെറ്റായ ചിന്തകൾ കടത്തിവിട്ടുകൊണ്ട്, വിഭാഗീയത കടത്തിവിട്ടുകൊണ്ട്, ഇവിടുത്തെ തമിഴിനും മലയാളിയും ആന്ധ്രാക്കാരനും എല്ലാം വേറെ വേറെ സ്റ്റേറ്റുകളാണ് എന്ന് പറയുന്ന വിഭജനത്തിൻ്റെ രാഷ്ട്രീയം കുത്തിവെക്കാനുള്ളൊരു ശ്രമം ഇത്തരത്തിലുള്ള വിദേശ ബിസിനസ് മുതലാളിമാർ രാഹുലിലൂടെ ചെലുത്താൻ ശ്രമിക്കുന്നുണ്ടോ എന്ന സംശയം നമുക്ക് തോന്നിപ്പോകുന്നില്ലേ അഡ്വക്കേറ്റ് ശങ്കു ടി ദാസ്? തീർച്ചയായിട്ടും അതെ. ജോർജ് സോറോസും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ബന്ധത്തെ പറ്റി നമ്മൾ ഇത്തവണ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. മാത്രമല്ല, സാം പിത്രോദയാണ് ഇത്തവണ രാഹുൽ ഗാന്ധിയുടെ അമേരിക്കയിലെ പ്രോഗ്രാമുകൾ മുഴുവൻ കണ്ടക്ട് ചെയ്യുന്നത്. സാം പിത്രോദ കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ദക്ഷിണേന്ത്യയിലുള്ള മനുഷ്യരെ മുഴുവൻ ആഫ്രിക്കക്കാരോടും അവരുടെ തൊലി നിറത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഉപമിച്ചുകൊണ്ട് വലിയ വിവാദത്തിൽ പെടുകയും ആ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തിയ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അദ്ദേഹത്തെ സ്ഥാനത്ത് അവരോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സാം പിത്രോദയും ഈ പറയുന്ന അന്താരാഷ്ട്ര ബിസിനസ് ടൈക്കൂണുകളും തമ്മിലുള്ള ബന്ധമൊക്കെ പ്രസിദ്ധമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന ജോർജ് സോറോസിന്റെ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആള് രാഹുൽ ഗാന്ധിയുടെ ഒപ്പം ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുഴുവൻ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചകൾ, അതിൽ പലതും രഹസ്യ കൂടിക്കാഴ്ചകളാണ്, വെളിപ്പെടുത്താൻ സാധിക്കില്ലെന്നാണ് സാം പിത്രോദ തന്നെ പറയുന്നത്. മാത്രമല്ല, നമുക്ക് ന്യൂസ് ക്ലിക്ക് വിവാദം ഓർമ്മയുണ്ട്. ന്യൂസ് ക്ലിക്ക് എന്ന് പറയുന്ന ഒരു മാധ്യമ സ്ഥാപനത്തെ ഉപയോഗിച്ചുകൊണ്ട് ചൈന എങ്ങനെയാണ് ഇന്ത്യയിൽ മണി ലോണ്ടറിങ് നടത്തിയിരുന്നത്, അവർക്ക് അനുകൂലമായിട്ടുള്ള PR ഏജൻസികളെ, അവർക്ക് അനുകൂലമായിട്ടുള്ള വാർത്തകളെ സൃഷ്ടിച്ചിരുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ കണ്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ചൈനയുടെ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഇന്ത്യയിലെ പല മേഖലകളിലും മാധ്യമങ്ങളിലൂടെയും രാഷ്ട്രീയ നേതാക്കന്മാരിലൂടെയൊക്കെ നടക്കുന്നുണ്ട്. തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നരേറ്റീവുകൾ ഇന്ത്യയിൽ സൃഷ്ടിക്കാൻ വളരെ ബോധപൂർവ്വമുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ അസ്ഥാനത്തുള്ള ചൈന പ്രശംസ എന്നതും വേണമെങ്കിൽ പരിശോധിക്കാവുന്ന ഒരു ഘടകമാണ്.